വീട് നിർമ്മാണത്തിന്റെ പേരിൽ പണം പിരിച്ച ശേഷം വഞ്ചിച്ചുവെന്ന് തൃശൂർ മൂരിയാട് കോൺഗ്രസിനെതിരെ ആരോപണം ഉയർന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാലകൃഷ്ണന്റെ പേരിലായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ധനസമാഹരണ രീതിയിൽ 2023 ആപ്പ് വഴി പണപ്പിരിവ് നടത്തിയത്. എന്നാൽ വീടോ പണമോ ഇതുവരെ കൈമാറിയിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. 6 മാസം മുമ്പ് വി കെ ബാലകൃഷ്ണൻ മരിച്ചു. ഈ കുടുംബം ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നു. അനിൽകുമാറാണ് അതിന്റെ ആളായിരുന്നു. അവൻ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തു, അവൻ അത് കളക്ട് ചെയ്തു. അതിന് സ്ഥലം മേടിക്കാൻ 1 ലക്ഷം റുപ്യന്റെ അഡ്വാൻസ് കൊടുത്തു. ബാക്കി പൈസ അവൻ അതിനൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ആപ്പിലേക്കാണ് ആ പൈസ വന്നിട്ടുള്ളതെന്നാണ് പറയണത്. അവൻ DCC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പുള്ളിയുടെ നേതൃത്വത്തിൽ പുള്ളിയാണ് അത് ഇത് ചെയ്തത്. അത് കഴിഞ്ഞ് പുള്ളി BJP പോയി. അതിന് മുമ്പ് തന്നെ പുള്ളി അത് അവൻ ചെയ്തോളാം എന്നുള്ള വെർഷനാണ് നമ്മളൊക്കെ ചോദിക്കുമ്പോ പറഞ്ഞിരുന്നത്. പിന്നെ അവൻ ആ വീട്ടുകാരായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്തിട്ടാണ് പിന്നെ പോയിരുന്നത്. ഞങ്ങള് ആ ബാലേട്ടൻ മരിച്ചതിന് ശേഷം അവിടെ പോയി അവിടെ ചെന്ന് അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ അവർക്ക് ഒരു 2-3 മാസത്തേക്ക് വന്ന് നമ്മൾ അതിന്റെ റെന്റൊക്കെ കൊടുത്തിട്ടാ പോകുന്നത്. 2023 വീട്ടില് വന്നിട്ട് അച്ഛനൊരു വീട് കൊടുക്കാം എന്ന് അവര് പറഞ്ഞു. എന്നിട്ട് അച്ഛനൊരു അനുമോദന യോഗമൊക്കെ ഈ അമ്പലത്തിൻ്റെ ഹാളിൽ വെച്ചിട്ട് അച്ഛന് സ്വീകരണം കൊടുക്കലും അവർ വീട് 6 മാസത്തിനുള്ളിൽ വീട് വാഗ്ദാനം ചെയ്തതാണ്. പിന്നെ ഇതുവരെയായിട്ടും അച്ഛനൊരു വീട് കൊടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ടായില്ല. DCC പ്രസിഡന്റ് ടാജറ്റിനെ വിളിച്ചപ്പോൾ ആൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞു. സോണിയാഗിരിയോടും പറഞ്ഞപ്പോൾ നമുക്ക് ആലോചിക്കാം എന്താ എന്നിട്ട് ഇതുവരെ ഒരു തീരുമാനമൊന്നും ആയില്ല. ആപ്പ് വെച്ച് പണം പിരിച്ച നേതാവ് BJP പോയതുകൊണ്ടാണ് വീട് നിർമ്മാണം മുടങ്ങിപ്പോയത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വിശദീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, പറയൂ. 2023 മൂരിയാട് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും ഒക്കെയായ ഈ ബാലകൃഷ്ണന്റെ വീട് നിർമ്മാണത്തിനായി കോൺഗ്രസ് പണം പിരിക്കുന്ന തരത്തിൽ നോട്ടീസ് അച്ചടിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ DCC വൈസ് പ്രസിഡന്റ് കൂടിയായ അനീഷ് കുമാർ ആയിരുന്നു ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത്. എന്തായാലും ഈ പണം പിരിച്ചു. ഏതാണ്ട് 2.25 ലക്ഷത്തോളം രൂപ ആ ആപ്പിൽ കാണിക്കുകയും ചെയ്തിരുന്നു. ഈ സ്ഥലം വാങ്ങാനടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കോൺഗ്രസ് പ്രാഥമികമായി കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തുടർന്ന് മറ്റു നടപടികളിലേക്കൊന്നും തന്നെ കടക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല. ഇതിനിടയ്ക്കാണ് 6 മാസം മുൻപ് ബാലകൃഷ്ണൻ മരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം വാടക വീട്ടിൽ തന്നെയായിരുന്നു താമസം ഉണ്ടായിരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവരുടെ ഭാര്യ, ഈ ബാലകൃഷ്ണന്റെ ഭാര്യ ഒരു കിടപ്പ് രോഗി കൂടിയാണ്. അവർ ക്യാൻസർ ബാധിതയായി ഇപ്പോഴും കിടപ്പിലാണ്. ആ മകളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അതിൽ അവർ പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഈ പണം ഈ അച്ഛൻ മരിച്ചുപോയി, പിന്നീട് ഇനി നൽകേണ്ടതില്ലല്ലോ, വീട് നൽകേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് DCC പ്രസിഡന്റിന്റെ ഒരു വിചിത്രമായ വാദമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അദ്ദേഹം പറയുന്നത് DC വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഇതിനൊക്കെ നേതൃത്വം നൽകിയ ഈ ആപ്പൊക്കെ ഉണ്ടാക്കിയ അനീഷ് കുമാർ എന്നയാൾ BJPയിലേക്ക് പോയി. പിന്നെ അതുകൊണ്ട് ആ പ്രവർത്തനമെല്ലാം മുടങ്ങി എന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസ് നേതാവ് BJPയിലേക്ക് പോയതോടുകൂടി കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് വീട് വെച്ച് നൽകുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ഏറ്റെടുത്ത ആ പ്രവൃത്തി നിന്നുപോയി എന്നാണ് പറയുന്നത്. ഇപ്പോഴും അവർ വാടക വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. DC പ്രസിഡന്റ് അടക്കം പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ DC പ്രസിഡന്റിനോട് നേരിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിൽ ഇപ്പോഴും കടുത്ത അതൃപ്തിയുണ്ട്. എന്തായാലും ഒരു നേതാവിനോട് ചെയ്തത് എന്ന് മാത്രമല്ല, അതിന് നൽകുന്ന വിശദീകരണമാണ് ഏറ്റവും വിചിത്രം. ആപ്പ് വെച്ച് പിരിച്ച പണം എവിടെയാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും അറിയില്ല. BJPയിലേക്ക് ഒരു വൈസ് പ്രസിഡന്റ്, നേതൃത്വം നൽകിയ വൈസ് പ്രസിഡന്റ് പോയി. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നൊരു നിലപാടാണ് DCC നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.